ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനം. ഹലോ കുട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനിന്ന് വാട്ട്സ് ഇൻ റേച്ചൂസ് ഡയപ്പർ ബാഗാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 2-3 വർഷത്തിനടുത്തായി. പക്ഷേ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1 മന്ത് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അന്ന് മുതൽ എനിക്ക് വരുന്ന മിക്ക സജഷൻസും, അതായത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പലരും ഇതേപോലെ ഇന്ന ടോപ്പിക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സജഷൻസ് വരാറുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ വരുന്ന മിക്ക സജഷൻസും എബൌട്ട് റേച്ചു ആണ്. റേച്ചുവിനെ പറ്റി വീഡിയോ ചെയ്യുക, റേച്ചുവിൻ്റെ കാര്യങ്ങൾ, റേച്ചുവിൻ്റെ ഫുഡ് റൂട്ടീൻ, റേച്ചുവിൻ്റെ ഡയപ്പർ ബാഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് പേര് ചോദിക്കുന്നുള്ളൂ. ചോദിക്കുന്നതിൽ മിക്കതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് വാട്ട്സ് ഇൻ റേച്ചൂസ് ഡയപ്പർ ബാഗ് ചെയ്യാമെന്ന്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇതാണ് എൻ്റെ ഡയപ്പർ ബാഗ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡയപ്പർ ബാഗാണ് കേട്ടോ ഇത്. എനിക്കിത് ഇൻസ്റ്റഗ്രാം പേജായ പ്ലസ് സ്റ്റോറി അയച്ചെന്ന ബാഗാണ്. ഈ ഒരു ബാഗും പിന്നെ വേറൊരു ഡയപ്പർ ബാഗ് കൂടി ഉണ്ട്. പിന്നെ കുട്ടിച്ചിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ബാഗും. ഇത്രയും സാധനങ്ങൾ അവരെനിക്ക് അയച്ചു തന്നാണ് കേട്ടോ. നല്ല രസമല്ല ഈ ഒരു ബാഗ് കാണാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, റേച്ചുവിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, റേച്ചലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ ഈ ഒരു സാധനം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു കുഞ്ഞ് ക്യൂട്ട് പശുക്കുട്ടി, ചപ്പി പശുക്കുട്ടി, നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് തന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ബാഗ് ഇതാണ് കേട്ടോ. അത് മാത്രമല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് കുഞ്ഞു കള്ളികളുണ്ട്. നമുക്ക് കുഞ്ഞു സാധനങ്ങൾ അല്ലെങ്കിൽ പല സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കള്ളികൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡയപ്പർ ബാഗാണ്. അപ്പം നമുക്ക് നോക്കിയാലോ എന്തൊക്കെയുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ റേച്ചുവിനെ കൊണ്ട് ഞാൻ എപ്പോൾ പുറത്ത് പോയാലും മിനിമം ഇത്രയും സാധനങ്ങളെങ്കിലും ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞാൻ 1 by 1 കാണിച്ചു തരാം കേട്ടോ. സോ ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് ഡയപ്പേഴ്സ്. ഇത് ക്യൂട്ട്സീൽ ഡയപ്പേഴ്സ് ആണ്. ഇതും എനിക്ക് ഇൻസ്റ്റഗ്രാം ഒരു പേജ് അയച്ചു തന്നതാണ്. ക്യൂട്ട്സീൽ ഡയപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എനിക്ക് അയച്ചു തന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഡയപ്പേഴ്സ് ആണ്. കാരണം സാധാരണ നമ്മൾ മേടിക്കുന്ന ഡയപ്പറിനേക്കാളും ഒരു എക്സ്ട്രാ സേഫ്റ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പുറത്തൊരു ഇത് കണ്ടോ, ഒരു എക്സ്ട്രാ ഫ്ലാപ്പ് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻ കേസ് ലീക്കേജ് വന്നാൽ പോലും അത് പുറത്തോട്ട് പോകുന്നില്ലായിരുന്നു റേച്ചുവിൻ്റെ കേസിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയപ്പേഴ്സ് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. മിനിമം ഒരു 3 ഡയപ്പേഴ്സ് കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. എവിടെയെങ്കിലും സ്റ്റേക്കേഷന് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഡയപ്പർ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു 3 ഡയപ്പേഴ്സ് മിനിമം കൈ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. സോ ഞാനൊരു 3 ഡയപ്പേഴ്സാണ് കൊണ്ടുപോകാറ്. പിന്നെ മിനിമം ഒരു 2 സെറ്റ്സ് ഓഫ് ഡ്രസ്സസ് വേണം. ഞാനൊരു 2 സെറ്റ് ഡ്രസ്സ് എപ്പോഴും കൈ കൊണ്ടുപോകാറുണ്ട്. ഇൻ കേസ് വല്ലോ ലീക്കാവോ, ഡയപ്പർ ലീക്കാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനൊരു 2 സെറ്റ് ഡ്രസ്സ് എടുക്കാറുണ്ട്. സോ ഡയപ്പേഴ്സ്, പിന്നെ 2 സെറ്റ് ഡ്രസ്സ്, പിന്നെ ഒരു ടർക്കി. എന്തെങ്കിലും ഞാൻ അങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് ടർക്കി, അതായത് പണ്ടുള്ള അമ്മമാരൊക്കെ ടർക്കി മേത്തിട്ടിട്ടാണല്ലോ കൊച്ചിനെ അവിടെ കിടത്താറ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ അങ്ങനെ ടർക്കി ഒന്നും അങ്ങനെ ഒരുപാട് ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇപ്പം നമുക്ക് കാറിനകത്ത് തണുപ്പ് കൂടുതലാണ്, AC കൂടുതലാണ്, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ പൊടി അടിക്കാതിരിക്കാൻ അങ്ങനത്തെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഈ ടർക്കി യൂസ് ചെയ്യാം. അപ്പം ഞാനൊരു ടർക്കി എടുത്തിട്ടുണ്ട്. ദെൻ ഡ്രൈ ഷീറ്റ്. ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അത് എനിക്ക് എന്നാ മനസ്സിലായതെന്ന് അറിയാമോ, ഇതേപോലെ ഞാനൊരു പ്രാവശ്യം ലുലുവിൽ ഇവളെയും കൊണ്ട് പോയായിരുന്നു. അപ്പോൾ അന്ന് ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം നമ്മുടെ വാഷ്റൂംസിലൊക്കെ ഉണ്ടാവാറുണ്ട്. ലേഡീസിൻ്റെ വാഷ്റൂംസിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്ന് ഇതേപോലെ അവളെ ചുമ്മാ, അതായത് എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സ്ഥലം, അതിൻ്റെ മുകളിൽ കൊച്ചിനെ കിടത്തിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ അത് ഒരുപാട് പേര് വന്ന് യൂസ് ചെയ്തതും കിടത്തിയതും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ചുമ്മാ നമുക്ക് കൊച്ചിനെ കിടത്തുന്നതിന് പകരം ഇതങ്ങ് വിരിച്ചിട്ട് കൊച്ചിനെ കിടത്തുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഡ്രൈ ഷീറ്റ് നിങ്ങൾ എപ്പോഴും കൊണ്ട് നടക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് കാറിൽ വെച്ച് കൊച്ചിൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യണം എങ്കിൽ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാം. കാരണം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നെങ്ങാനും മൂത്രം ഒഴിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ഡ്രൈ ഷീറ്റ് കയ്യിൽ കൊണ്ടു നടക്കുന്നത് നല്ലതായിരിക്കും. സോ ഇതൊരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ ഡയപ്പർ ബാഗിൽ വേണ്ടിയത്. പിന്നെ ഒരു സാധനം, ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് സൂതർ. ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഒരു 6 months വരെ, 6 or 7 months വരെ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ടായിരുന്നു കൊച്ചു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്കൊരു സർജറി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് ഇത് അവിടുന്ന് നഴ്സുമാർ പിള്ളേർക്ക് വായിൽ വെച്ച് കൊടുക്കുന്ന, അങ്ങനെയാണ് അവിടെ നിന്നൊരു ശീലമായി വന്നത്. പിന്നെ ഞങ്ങൾ വേറെ ഒരെണ്ണം മേടിച്ചു. പിന്നെ അതങ്ങ് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് പൊക്കോണ്ടേയിരുന്നു. ഇത് പലരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും യൂസ്ഫുൾ ആകുമെന്ന് യൂസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്.
ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു 7 monthsന് ശേഷം പിന്നെ ഇത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ. പക്ഷേ ഇത് എന്തോ എനിക്കിങ്ങനെ എടുത്ത് വെക്കാൻ തോന്നി ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ആണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു 7 months ഒക്കെ വരെ ആയിരിക്കും ഇത് എന്തായാലും യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ചെറിയ ചെറിയ ടവൽസ്, ഫേസ് ടവൽസ്, അതായത് ഇപ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് മുഖം തുടയ്ക്കാനൊക്കെ ഈ ഒരു ടവൽ യൂസ് ചെയ്യാം. അതുപോലെ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് മുഖം തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ എണ്ണം എടുക്കുക. അപ്പോൾ എനിക്കൊന്നും ഒരു മിനിമം ഞാനിപ്പോൾ 1 2 3 4 ഫേസ് ടവൽസ് എടുത്തിട്ടുണ്ട്. സോ ഒരു 4 or 5 എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ടീത്തർ, അതായത് കടിച്ചുകൊണ്ടിരിക്കാൻ നല്ലതായിരിക്കും. അവർക്ക് ഈ മോണയ്ക്ക് നല്ല കടി ഉണ്ടായിരിക്കും. ഈ പല്ല് വരുന്ന സമയമാണല്ലോ, അത് 7-8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പല്ല് വരുന്ന സമയമാണ്. അപ്പോൾ മോണയ്ക്കൊക്കെ ഭയങ്കര കടി ഉണ്ടായിരിക്കും. ഈ പിള്ളേർ ഇങ്ങനെ പല സാധനങ്ങളും എടുത്തിട്ട് ഇങ്ങനെ കടിച്ചിങ്ങനെ വലിക്കുന്നത് കണ്ടിട്ടില്ല. ആ ഒരു പ്രായത്തിൽ പിള്ളേരുടെ വായിൽ കൈ വെച്ച് കൊടുത്താൽ അറിയാം, അവരിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഇങ്ങനെ കടിച്ചിങ്ങനെ വലിക്കും. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് മോണയ്ക്ക് നല്ല കടി ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ ടീത്തർ മേടിച്ചു കൊടുത്താൽ അവരിതിങ്ങനെ കടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. അവർക്കൊരു ആശ്വാസം കിട്ടും. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചുമ്മാ പിള്ളേർക്ക് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ടീത്തറും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. പറ്റുവാണെങ്കിൽ ഇതെനിക്കൊന്ന് ചേട്ടായി മേടിച്ചു തന്നു. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ വന്നിട്ട് കളിപ്പാട്ടം. ഇതും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളമൊക്കെ വരുവാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് രണ്ട് കളിപ്പാട്ടമൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടം യൂസ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നെ ചീപ്പ്, ഇതിൻ്റെ സത്യം പറഞ്ഞ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യം ഇല്ല. പിന്നെ എന്നാലും ഞാൻ ചുമ്മാ കൈക്കൊണ്ട് നടക്കാറുണ്ട് ചീപ്പ്. പിന്നെ ഇത് 6 മാസം കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്ക് മതി കേട്ടോ. കാരണം ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ മേത്ത് വീഴാതിരിക്കാനായിട്ട് കഴുത്തിലിടാൻ വേണ്ടിയിട്ട് ബിബെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ്. എ മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ് ഇൻ യുവർ ഡയപ്പർ ബാഗ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് വിറ്റ് വൈപ്സ്. ഇതും മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ഇൻ യുവർ ഡയപ്പർ ബാഗ് ആണ്. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ട വന്നേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യേണ്ട വരും. അപ്പോൾ അന്നേരം നമുക്ക് ധൈര്യമായിട്ട് വെറ്റ് വൈപ്സ് യൂസ് ചെയ്യാം. ഇനി അതല്ലാതെ ജസ്റ്റ് കൊച്ചിൻ്റെ മേലൊക്കെ പയ്യൊന്ന് തുടച്ചു കൊടുക്കണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. മുഖത്ത് യൂസ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്തെന്നൊക്കെ പറഞ്ഞാലും ചെറുതായിട്ട് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ റേച്ചുവിന് വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഏതാണ് ബെസ്റ്റ് വെറ്റ് വൈപ്സ് എന്ന്. അപ്പോൾ അന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് മദേഴ്സ് പാഷൻ്റെ വെറ്റ് വൈപ്സ് ആണ്. കണ്ടതിലും യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടും മദേഴ്സ് പാഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബാക്കി നമ്മൾ ഏത് വെറ്റ് വൈപ്സ് എടുത്ത് നോക്കിയാലും അതിലൊരു സ്മെൽ ഉണ്ടാവും. സ്മെൽ മീൻസ് ചീത്ത സ്മെല്ലല്ല, നല്ലൊരു ആരോമ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്മെല്ല് വരാനായിട്ട് എന്തായാലും ഒരു കെമിക്കൽ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വെറ്റ് വൈപ്സ് നോക്കുവാണെങ്കിൽ ഇതിന് ഒരു സ്മെല്ലും ഇല്ല. 99% വാട്ടറാണ്. നമ്മൾ ജസ്റ്റ് ചുമ്മാ നമ്മൾ വെള്ളത്തിന് മുക്കി തുണി എടുക്കത്തില്ലേ, ആ ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുള്ളൂ. ഒട്ടും കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറച്ച് കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു വെറ്റ് വൈപ്സ് ഇതാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു വെറ്റ് വൈപ്സ് എടുത്ത് പിഞ്ഞു നോക്കിയാലാണെങ്കിലും വാട്ടർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ബാക്കി ഏത് വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നതിലും നല്ലതായിരിക്കും ഈ ഒരു മദേഴ്സ് പാഷൻ്റെ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 4-5 എണ്ണം ഒരു സെറ്റായിട്ട് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്കും പറ്റുവാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാനത് മേടിച്ചത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ ഞാനൊരു 2-3 ഫേസ് ടവൽസ് ബാക്കിൽ ചുമ്മാ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെറുതെ എന്തെങ്കിലും കാരണവശാൽ വേണ്ടി വന്നാലും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വാട്ടർ. അപ്പോൾ വെള്ളം എന്തായാലും എവിടെ പോയാലും കൂടെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ യെസ്, ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊച്ചിനെ കൊണ്ട് പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ റേച്ചുവിനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. ഇനി ഇതിലും കൂടുതൽ സാധനങ്ങൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.